Watch India's largest kids library only on Jio Hotstar. Download the app now. ആരായത്? മോട്ടു, ആണി ഇങ്ങനെയല്ല അടിക്കേണ്ടത്. എങ്ങനെ അടിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ബോക്സർ ചേട്ടാ, ഇതെന്താണ് ചെയ്യുന്നത്? എന്തായി ചെയ്യുന്നത്? ബോക്സർ ചേട്ടൻ എനിക്ക് ആണി അടിക്കുന്നത് പറഞ്ഞു തരുമായിരുന്നു. എന്റെ മോട്ടു ആരെങ്കിലും ഇങ്ങനെ ആണി അടിക്കോ? ബോക്സറേട്ടാ, എന്റെ കൂട്ടുകാരനെ നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പൊ മനസ്സിലായോ എന്താ കാര്യം? ഞാൻ ഇവിടെ സുഖമായി കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഈ അപ്പൊ ഇവിടെ ആണി അടിച്ച് എന്റെ ഉറക്കമില്ലാതാക്കി കളഞ്ഞു. ഞാൻ വീണ്ടും ഉറങ്ങാൻ പോവുകയാ. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കണം, എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ കാര്യം പോക്കാം. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഞങ്ങളുടെ ആരോഗ്യമായിരിക്കും. ബസ് എനിക്കൊരു അടിപൊളി ഐഡിയ കിട്ടിപ്പോയി. എന്റെ ഈ ക്രിമിനൽ തലച്ചോറിനുള്ളിൽ സൂപ്പർ ആയിട്ടുള്ള ഐഡിയ കുടുങ്ങിയിട്ടുണ്ടടാ. ഞാൻ ആ ബോക്സറിന്റെ ഉറക്കം കെടുത്താൻ പോവുകയാണ്. ആ ബോക്സർ ആ മോട്ടു പത്ലുവിനെ അടിച്ച് പഞ്ചറാക്കോ. പത്ലു, നീ ബോക്സർ ചേട്ടനെ ഇവിടെ നിന്ന് നല്ലോണം ശ്രദ്ധിച്ചോളൂ. ആരും വന്ന് ബോക്സർ ചേട്ടനെ ഡിസ്റ്റർബ് ചെയ്യാതെ. അതുപോലെ ഞാനും അവിടെ ചെന്ന് നിന്ന് നോക്കിക്കോളാം. ഓക്കേ? ഓക്കേ മോട്ടു. മോട്ടു തടുത്തോ? ഉറങ്ങിക്കോ ലിറ്റിൽ ബേബി, ഉറങ്ങിക്കോ. അച്ഛനും അമ്മയും വരുമ്പോൾ കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും. ലിറ്റിൽ ബേബി ഉറങ്ങിക്കോ. ഈ ലിറ്റിൽ ബേബി ഉറങ്ങി കേട്ടോ. പക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും ശരീരത്തിലെ എല്ലല്ലേ പൊട്ടിയത് പത്ലു. നമ്മൾ എങ്ങനെയാ സന്തോഷത്തോടെ ജീവിക്കുക? ഈ ജോൺ മനഃപൂർവ്വം അല്ലേ പത്ലു ബോക്സർ ചേട്ടനെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇവിടെ നിന്നും കൂകി വിളിക്കേ. ബോക്സർ ഉറക്കത്തിൽ നിന്ന് എണീക്കും. മോട്ടും പത്ലുവിനെ നല്ലവണ്ണം തല്ലുകയും ചെയ്യും. മോട്ടു പത്ലു തല്ലുകൊള്ളാൻ ഐഡിയ ചോദിച്ചാൽ നീ ഞാൻ തല്ലു മേടിക്കാനാണോ ഐഡിയ പറയുന്നേ? ഞാൻ ശബ്ദമിട്ടാൽ എന്റെ വോയിസ് ആ ബോക്സർ കണ്ടുപിടിച്ച് എന്നെയാടാ വന്ന് തല്ലുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ? നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയയിൽ ആ മോട്ടും പത്ലും തല്ലുകൊള്ളണം. എടോ, ആ മകടി ഊതുന്ന ഒന്ന് നിർത്താവോ? തനിക്ക് കണ്ണു കണ്ടൂടെ ബോക്സർ ചേട്ടൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്? പത്ലു, രക്ഷിക്കണേ. എന്റെ
അമ്മോ മോട്ടു പത്ലു നിങ്ങൾ എന്താ ഇവിടെ? പതുക്കെ പറ സാറേ, ബോക്സർ ചേട്ടൻ എഴുന്നേൽക്കുന്നേ. എന്റെ അമ്മോ, ഇത് ശരിക്കും കുട്ടികളെയാണല്ലോ. ഞാനിപ്പോ പറയാൻ വന്നത്, ഇന്ന് ചായക്കട ചേട്ടന്റെ പിറന്നാളാണ്. പിറന്നാള് പ്രമാണിച്ച് അദ്ദേഹം എല്ലാവർക്കും ഫ്രീ ആയിട്ട് സമോസ കൊടുക്കുകയാണല്ലോ. പൊളിക്കടുത്തല്ലോ. ഈ സൈലന്റ് സിനിമയിൽ വരുന്നത് പോലെ മോട്ടു എന്തിനാ അങ്ങനെ കടന്നോടത്ത് കടന്ന്? ചേടാ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ഇത് കേട്ടത് തൊട്ട് എനിക്ക് ഭയങ്കര വിഷമായി. ശരി, ഞാനെന്നാ പോട്ടെ. ഇന്ന് ചായക്കട ചേട്ടന്റെ കടയിൽ എല്ലാവർക്കും സമൂസ തരുന്നുണ്ട്. എന്താന്നറിയാമോ, ഇന്ന് ചേട്ടന്റെ പിറന്നാളാണ്. നിനക്കറിയാമോ? ഞാൻ പോട്ടെ. ബൈ മോട്ടു, വരട്ടെ. പത്ലു, നീ ഇവിടെ നോക്കിക്കോ കേട്ടോ. ഞാൻ സമൂസ കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം. മോട്ടു നിൽക്ക്. ബോക്സർ എങ്ങാനും എഴുന്നേറ്റാൽ നമുക്ക് പണി കിട്ടും. അല്ല, നീ എന്തിനാ ഈ കരയുന്നത്? എല്ലാവരും ചായക്കട ചേട്ടന്റെ സമൂസ കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ വാച്ച്മാന്റെ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണം. നല്ല മണം, നല്ല മണം, നല്ല മണം, നല്ല മണം. പത്ലു, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. ഇവിടുന്ന് കഴിച്ചിട്ട് വലയുടെ അറ്റത്ത് കെട്ടിയേക്കാം. ഓ മോട്ടു. ചായക്കട ചേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. കണ്ടില്ലേ, ദേ ഞാൻ വന്നില്ലേ. സമൂസേ. എന്റെ മോട്ടു, ആദ്യം ബോക്സറിന്റെ ബന്ദോബസ്തയാക്ക്, അല്ലെങ്കിൽ നിന്റെ സാഡേ ആയിരിക്കും ഇന്ന്. ചായക്കടക്കാരൻ ചേട്ടാ, ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു, താങ്ക് യു. ഇന്ന് ചായയും പലഹാരവും ഒക്കെ ഫ്രീയാ. എടുത്തോ. ചായക്കട ചേട്ടാ, ഇവിടെ എന്താ നടക്കുന്നത്? ഇന്ന് നിങ്ങളുടെ പിറന്നാളാണെന്ന് ഞാൻ അറിഞ്ഞല്ലോ. നിങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് സമോസ തരികയാണോ? ഓക്കെ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വേഗം വല്ലതും കഴിക്കാൻ തരാമോ? മോട്ടു ഇവിടെയുണ്ട്. അവൻ സമോസ കഴിച്ചോണ്ടിരിക്കുക. ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. ഞാൻ പറയുന്നത് കേക്ക്. അതെ, ആഹാരത്തിന്റെ സുഗന്ധം. ഏയ്, ഇതെന്താ ഇവിടെ എങ്ങനെ വന്നു പെട്ടു? അത് വളരെ വലിയൊരു കഥയാണ്. നിങ്ങൾ സമാധാനത്തിൽ ഇവിടെ ഇരിക്ക്, ഞാൻ പറഞ്ഞു തരാം. മോട്ടു ബോക്സറേട്ടൻ എഴുന്നേറ്റു. പൊളിച്ചേ. ഇനിയല്ലേ രസം. ജോൺ, ഞാൻ വരുവാണ്. ബോസ്, ബോസ്, ഓടിപ്പോകാം ബോസ്. മോട്ടു വരുന്നു, ഓടിപ്പോകാം. നിനക്കെന്താ വട്ടാണോ? നീ ആരോടാണ് ഓടാൻ പറയുന്നത്? ഈ ഡോൺ ഒരിക്കലും ആരെയും കണ്ട് ഓടില്ല. നമുക്ക് മാന്യമായിട്ട് വാനിൽ പോവാമെടാ. നമ്മൾ ഓടുന്നത് കണ്ടാൽ എല്ലാവരും എന്ത് വിചാരിക്കും? നീ വേഗം പോയി വാൻ എടുക്ക്, വേഗം പോ. മോട്ടോ, ഐ എം വെരി സോറി, ഐ എം വെരി സോറി. ഞാൻ വെറുതെ ചെയ്തതാ. നീ ഇതൊന്നും കാര്യമാക്കല്ലേ മോട്ടോ. ഓക്കെ, ഇനി കുറച്ച് ഞാനും കാണിച്ചു തരാം. എന്റെ അമ്മോ ജോൺ, നീ ഇപ്പൊ എവിടുന്നാ പറന്ന് വന്ന് വീണത്?
എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ അവനെ തിരിച്ചയക്കാം. എനിക്ക് എല്ലാം മനസ്സിലായി കഴിഞ്ഞു. എന്റെ ഉറക്കത്തിന് ഭംഗം വരുത്താൻ ഇവൻ എത്ര ശ്രമിച്ചു. ഏയ്! എന്താ ചെയ്യുന്ന ചിങ്ങം സാർ? എന്താ ചെയ്യുന്ന? കുറ്റവാളികളെ പിടിക്കാണ്ട് ഇവിടെ എന്താ പറന്നോണ്ടിരിക്കുന്ന ചിങ്ങം സാർ? എന്റെ അമ്മോ. അയ്യോ. ഞാൻ കൊണ്ടുപോയി. Watch India's largest kids library only on Geo Hotstar. Download the app now.